ഹായ് ഡിയേഴ്സ്, എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കറിയാണ്. കോളിഫ്ലവർ കൊണ്ടൊരു കറി ഉണ്ടാക്കാം. കോളിഫ്ലവർ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചേക്കുകയാണ്. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, വറ്റൽമുളക്, മല്ലിയില, കറിവേപ്പില, പിന്നെ മസാലക്കൂട്ട്. ആദ്യം പാന് എടുക്കുക, ചൂടാക്കിയിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. ആ കടുകൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പിന്നെന്താ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് കടുക് വറുക്കാം. അത് നന്നായിട്ട് കടുക് വറുത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു മണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യുക. ചിലവർക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു മണം അത് ഇഷ്ടമാവില്ല. അപ്പോൾ അത് കുറച്ച് നേരം എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അത് നന്നായിട്ട് അതിൻ്റെ സ്മെല്ലൊന്ന് മാറിക്കിട്ടണം. അതിന് ശേഷം നമുക്ക് ഈ എണ്ണയിൽ നന്നായിട്ട് കൊഴിഞ്ഞ് വന്ന ശേഷം നമുക്കതിനകത്ത് ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. ചെറിയ ഉള്ളി ഞാൻ മുഴുവനായിട്ട് ഇടുകയാണ്. ഒരു ചെറിയ ബൾബ് പോലെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ മാത്രമല്ല, ആ ചെറിയ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. അത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കളർ ചേഞ്ച് കണ്ടില്ലേ, ആ ഉള്ളിയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ഉള്ളി. അത് ചിലവർക്ക് ആ വലിയ ഉള്ളിയായിട്ട് കിടക്കുന്ന ഇഷ്ടമാവില്ല. എനിക്കിഷ്ടമാണ് കേട്ടോ. അതിനകത്ത് കുറച്ച് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. ആ തക്കാളിയും കൂടെ മിക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പച്ചമുളക്, നെടുകെ കീറിയ പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 4-5 എണ്ണം അവരവരുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെയും തക്കാളിയുടെയും ചെറിയ ഉള്ളിയുടെയൊക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക. എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് നന്നായിട്ട് അതിനകത്ത് കറിയിൽ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് യോജിപ്പിച്ച ശേഷം അതിന് ആ ഒരു മണം നന്നായിട്ട് വരുന്നുണ്ട് ഉള്ളിയുടെയും. ചെറിയ ഉള്ളിക്ക് എല്ലാ കറിക്കും ചെറിയ ഉള്ളി നല്ല ടേസ്റ്റിയാണല്ലോ. അപ്പോൾ നമുക്കത് മൂടി വെച്ചിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞ ശേഷം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. നല്ല മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ അതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടു. മല്ലിപ്പൊടിയും മുളക് പൊടിയും മിക്സ് ചെയ്യാം. ചെറിയ മിസ്റ്റേക്സൊക്കെ വരും കേട്ടോ പറയുന്നതിൽ, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മണം മാറണം. എന്നിട്ട് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. കോളിഫ്ലവർ നമ്മൾ നന്നായിട്ട് കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. കാരണം അതിനകത്ത് ചെറിയ എന്തെങ്കിലും പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകണ്ടേ. അത് ഈ ഫ്ലവറല്ലേ, അതിങ്ങനെ എല്ലാം കൂടി ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന എന്തെങ്കിലും ഇൻസെക്റ്റ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. ഇനി കറി മസാല ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഗരം മസാലപ്പൊടി അതെല്ലാം വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ, വീട്ടിൽ പൊടിച്ചതാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് കഴുകാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് ശകലം വെള്ളം, കറിക്ക് വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇട്ടപ്പോൾ ഇത്തിരി ഉപ്പ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്ത്. ഇനി എൻ്റെ മോള്